ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം സമ്മാന കൂപ്പൺ വിതരണം ചെയ്ത സംഭവത്തിലാണ് കേസ്. അതായത് പട്ടിയിട്ട് പുല്ല് തിന്നയല്ല, പശുവിനൊട്ട് പുല്ല് തിന്നുകയല്ല, നല്ല നാറിയ പരിപാടി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണമല്ലോ, ഈ ബോച്ചെ എന്ന് പറയുന്നവൻ വലിയൊരു ബിസിനസ്മാനാണ്, വലിയൊരു ബിസിനസ് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വലിയ നാറി ആയിക്കോട്ടെ, ചെറ്റി ആയിക്കോട്ടെ, പുലോത്ര ഉടായ്പായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഓക്കെ, ഒരു മനുഷ്യൻ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ടി 34 കോടി രൂപ ഒരാൾ ഇറങ്ങാതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഞാൻ വലിയ BGM ഒക്കെ ഇട്ടിട്ട് ഇത് ഒരു വീഡിയോ ആക്കിക്കാൻ ചിലപ്പോൾ വലിയൊരു ഫീലിംഗ് ആയി മാറും. അതുകൊണ്ട് ഞാൻ പച്ചക്ക് പറയാറ്, നാറിത്തരം എന്ന് പറയാൻ പറ്റും. നിങ്ങൾ കണ്ട ഒരു ന്യൂസ്, അദ്ദേഹം അതിനിറങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ കൊടുത്തു. അതൊക്കെ സമരച്ചു, ഒരുപാട് പേര് ആശംസകളും ആഹ്ലാദവും മറ്റതും മികച്ചൊക്കെ ആയിട്ട് വന്ന് എല്ലാം ഓക്കെ, ഇത് സൂപ്പർ പൊളി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ് മൈൻഡിലൂടെ, ബിസിനസ് മെന്റാലിറ്റിയിലൂടെ, അദ്ദേഹത്തിന്റെ ബിസിനസ്സും വളരണമല്ലോ, അദ്ദേഹത്തിനും ജീവിക്കാൻ വേണ്ടി അദ്ദേഹം അത് തെറ്റില്ലല്ലോ. നമുക്ക് ആർക്കും ചെയ്യാറുമോ, അങ്ങനെ ഇറങ്ങിയാറുമോ. ഇത് പുള്ളി ഒരു ചായപ്പൊടിയിൽ 40 രൂപയുടെ ഒരു കൂപ്പൺ വെച്ച് അതിൽ 10 ലക്ഷവും 25 കോടിയും അതും ഇതൊക്കെ ചെയ്യുന്നു. അതും ഒരു ബിസിനസ് മൈൻഡ്. ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ബിസിനസ് കൂടാറുന്നു ഈ ഇങ്ങനെ വഴി നെയ്തില്ല. അതുകൂടെ പുള്ളിയുടെ ബിസിനസ് പരമായിട്ട് പുള്ളി ചായപ്പൊടി ഷോപ്പ് ഇട്ട് കൊടുക്കുന്നു. ഓരോരുത്തർക്കും, ഒരു പാവപ്പെട്ടവർക്ക് ഒരു ഷോപ്പ് ഇട്ട് കൊടുത്ത് അതിൽ കച്ചവടം നടത്തുന്നു, അവർക്കൊരു വരുമാനമാകുന്നു. അങ്ങനെ പുള്ളിയുടെ ഒരു ഇതിൽ ഒരുപാട് പേര് ആ ഒരു ടീം മേടിക്കുന്നു, ആ കൂപ്പ് എടുക്കുന്നു. ഒരുപാട് പേർക്ക് 10 ലക്ഷവും 5000 10,000 അല്ല, നമ്മൾ ലൈവിൽ കൂടെ കാണുന്ന അടിക്കുന്നു, അവർക്ക് സന്തോഷമാകുന്നു. അതാണ് പറഞ്ഞത്, പട്ടിയിട്ട് പുല്ല് തിന്നെയല്ല, പശുവിനൊട്ട് പുല്ല്. ഇപ്പൊ പുള്ളിക്കെതിരെ ഈ ഒരു ഇതിൽ കേസ്. അതായത് വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പകുതി ലോട്ടറി കച്ചവടം ഏകദേശം ചവിട്ടി മെതച്ച പോലെയാണ്. അത് തന്നെയാണല്ലോ നമുക്കൊരു വരുമാനം, നമ്മുടെ നാട്ടിലൊരു വരുമാനം എന്ന് പറയുന്നത്. അതൊരു സൈഡിൽ കൂടെ പോകുക. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങളൊട്ട് ചെയ്യില്ല, ചെയ്യിക്കുന്നവനെ ഇതേപോലെ ഉമ്പിക്കാനും നിൽക്കുക. ഇതാണ് പച്ചക്ക് പറഞ്ഞ തന്തയില്ലാത്തരം എന്നേ പച്ചക്ക് പറയാൻ പറ്റുള്ളൂ. പുള്ളി എത്ര വലിയ ബോച്ചെ എന്ന് പറയുന്ന വലിയ മഹാനൊന്നും, ഗാന്ധിയുടെ ചേർത്ത് നിർത്താൻ പറ്റിയ വ്യക്തിയൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസ് ഉണ്ടല്ല, പുള്ളിനായിട്ട് സാധിക്കും. പുള്ളി എത്ര മോശക്കാരനാലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്നേ പറയാൻ പറ്റും. അത് ഇതുപോലെ കേസെടുത്തും മറ്റേ അവരവരുടെ രോഗം മാറ്റാൻ വേണ്ടി ആ കാണിക്കുന്നുണ്ടല്ലോ, പച്ചക്കാണ്. അത് തന്നെയാണ്, ആ സൂക്കേടാണ്. അത് സൂക്കേട്, നല്ലൊരു സൂക്കേടാണ്. വേറൊരാൾ നന്നാവണ കാണാൻ പാടില്ലാത്തൊരു സൂക്കേടല്ലത്. വേറെ ആളിലൂടെ മറ്റാരും നന്നാവണ കാണാൻ പാടില്ല എന്നുള്ളൊരു സൂക്കേടാണത്. അവര് ദാരിദ്ര്യം പിടിച്ച്, അവര് ചെറ്റക്കുള്ളിൽ കിടന്ന്, അവര് കാശിന് നാക്കി തേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ അവര് നമ്മുടെ തലയിൽ കയറും എന്നൊരു ധാർഷ്ട്യവും ആവാം ഈ പറഞ്ഞവര്. എന്താണെങ്കിലും നല്ല രസമുണ്ട് ഇതൊക്കെ കേൾക്കാനായിട്ട്.